തിരിയുദയാനന്ദ ഗോവിന്ദ നിന്ന നാമവേ ചന്ദ ഗോവിന്ദ നിന്ന നാമവേ ചന്ദ സൃഷ്ടി സ്ഥിതി ലയ കാരണ ഗോവിന്ദ സൃഷ്ടി സ്ഥിതി ലയ കാരണ ഗോവിന്ദ ഈ പരിമഹിമനെ നനയുദയാനന്ദ പരമപുരുഷ ശ്രീ പുരന്ദര വിഠലന പരമപുരുഷ ശ്രീ പുരന്ദര വിഠലന ഹിംഗദാസന നനയുദയാനന്ദ ഗോവിന്ദ നിന്ന നാമവേ ചന്ദ ഗോവിന്ദ നിന്ന നാമവേ ചന്ദ ഗോവിന്ദ നിന്ന നാമവേ ചന്ദ ശ്രീ മഹാക്ഷേത്ര പരിസരത്ത് വെച്ച് നടത്തുന്ന ചതുർവേദ മഹാജ്ഞാന യജ്ഞത്തിൻ്റെ സംഘാടക സമിതി രൂപീകരണ യോഗമാണ് ഇന്നിവിടെ നടക്കുന്നത്. ചതുർവേദ ജ്ഞാന മഹായജ്ഞം എന്ന് പറയുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് പലരും ചോദിക്കാറുണ്ടായിരുന്നു, എന്തുകൊണ്ട് വേറെ ജ്ഞാനയജ്ഞം നടത്തുന്നു? അവകാശമുണ്ട് എന്ന് ഉദ്ഘോഷിക്കാൻ ആചാര്യ പരമ്പരകൾ നമ്മുടെ മുന്നിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ജനങ്ങളിലേക്ക് എത്തിക്കുക. എല്ലാം സത്യം പറയുകയാണെങ്കിൽ ഹിന്ദുവിൻ്റെ അല്ല മനുഷ്യ കുലത്തിന് വേണം എന്നൊക്കെ തെറ്റായ കുപ്രചരണം നടത്തിയ സാഹചര്യം നമുക്കറിയാം. അങ്ങനെയുള്ള സമയത്ത് അതല്ല കൃത്യമായിട്ടുള്ള അറിവുണ്ട്, അഭിപ്രായമുണ്ട്. നമുക്കറിയാം ഹിന്ദുവിൻ്റെ അടിസ്ഥാനം വേദമാണ്. ആ വേദത്തെ ഹിന്ദുവിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ ഏതൊരു സനാതന ധർമ്മിയും അറിയിക്കുക, അറ്റ്ലീസ്റ്റ് അവരെ കേൾക്കാനുള്ള അവസരം ഉണ്ടാക്കുക. അതുമാത്രമാണ് നമ്മുടെ ലക്ഷ്യം. കാരണം ഈ 10 ദിവസം കൊണ്ട് ലക്ഷ്യം നമുക്കറിയില്ല. നൂലിട്ടളക്കാൻ കഴിയാത്ത അവരുടെ ആകക്കടൽ എന്ന് പറയുന്ന വേദജ്ഞാനത്തെ, വേദത്തിൻ്റെ അറിവിനെ ഈ 10 ദിവസം കൊണ്ട് നമുക്ക് ഒരിക്കലും പറഞ്ഞു തീർക്കാൻ, ആഘോഷിച്ചു തീർക്കാൻ, അതിൻ്റെ അറിവുകളെ സാരാംശങ്ങളെ പറയാൻ സാധിക്കില്ല. എങ്കിൽ പോലും ഈ ഒരു വേദത്തെക്കുറിച്ച് പാവപ്പൻ ക്ഷേത്രത്തിൽ നിന്നൊരു വിഷയം കേട്ടു. അപ്പോൾ പിന്നീട് അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോഴുണ്ടായ വേദത്തിൻ്റെ അവസ്ഥ, ആ അന്വേഷണത്തിലൂടെയാണ്, അന്വേഷണം എത്തി നിന്നപ്പോൾ മുന്നോട്ട് പോയപ്പോഴാണ് ഒരു ചതുർവേദ യജ്ഞം നടത്തിയേ പറ്റൂ, അല്ലെങ്കിൽ വേദങ്ങളെ പുനരുദ്ധാരണം ചെയ്തപ്പോൾ തമിഴ്നാട്ടിലെ ചിദംബരം നാരായണ ക്ഷേത്രത്തിലെ മുഖ്യ പൂജാരിയായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ അച്ഛൻ പരമേശ്വര ദീക്ഷിതർ 4 വേദങ്ങൾ പഠിച്ച ഒരു മഹാനാണ് അറിഞ്ഞു. അദ്ദേഹത്തെ പോയി കണ്ടു. 4 വേദങ്ങളും നമുക്ക് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുവാൻ എന്താണ് വഴി എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ അച്ഛൻ 4 വേദങ്ങളും ഒരു വേദിയിൽ അവതരിപ്പിക്കണം എന്നുള്ളൊരു ആഗ്രഹം അന്നത്തെ രാജാവിലേക്ക് വച്ചിരുന്നു. പക്ഷേ 4 വേദങ്ങളിൽ അഥർവവേദത്തെ മറ്റു വേദങ്ങളുടെ കൂടെ വയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് നിരസിക്കപ്പെട്ടു. ഒരു വേദത്തിന് ശേഷം വേറൊരു വേദം എന്നല്ലാതെ വേദങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അദ്ദേഹം തയ്യാറായില്ല. അതിനുശേഷം പരമേശ്വര ദീക്ഷിതർ ശ്രമിച്ചു, അതും നടന്നില്ല. അദ്ദേഹത്തിൻ്റെ മകൻ 3 വേദങ്ങൾ പഠിച്ച മഹാദേവ ദീക്ഷിതരാണ്. അപ്പോൾ മഹാദേവ ദീക്ഷിതരെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, എങ്ങനെയായാൽ ഇത് എൻ്റെ അച്ഛൻ്റെയും ആഗ്രഹമാണ്, അതുകൊണ്ട് ഇത് നടത്തി കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് നമ്മുടെ ഇതിനെ ഒരു ധൈര്യം തന്നത്. ചതുർവേദ യജ്ഞം നടത്താം എന്നുള്ള അതിനൊരു ധൈര്യം തന്നത് അതാണ്. അതിനുശേഷം നമ്മൾ ഒരു യജ്ഞ വേദി എവിടെ കിട്ടും, അതുപോലെ വേദത്തിന് ബാക്കി ആൾക്കാരെ എവിടെ കിട്ടും എന്ന് അന്വേഷിച്ചു. പല സ്ഥലങ്ങളിലെ യാത്ര ചെയ്യുന്ന സമയത്ത് 4 വേദങ്ങൾ പഠിച്ച ആൾ അദ്ദേഹത്തിന് പുറമെ പൂർണ്ണമായി പഠിച്ചു വേദന ശ്രമിച്ചു. 4ാമതായി കഴിഞ്ഞ ഞങ്ങളുടെ 2 വർഷത്തെ യാത്രയിൽ കണ്ടെത്താൻ വേദമായിട്ടുള്ള അഥർവവേദം സമീപ ഭാവിയിൽ നമ്മുടെ ഭാരതത്തിൽ നിന്നും അപ്രത്യക്ഷമായി പോകുമോ എന്നുള്ളൊരു ഭയം, ഐശ്വര്യം വേദങ്ങളിലാണ് എന്ന് വിശ്വസിക്കപ്പെടും.
ലോകത്തിന് മുഴുവൻ എല്ലാ അറിവുകളും പ്രദാനം ചെയ്യാൻ കഴിയുന്ന ആ രീതിയിലേക്ക് ഭാരതത്തെ, ലോകത്തിന്റെ ഗുരുവായി ഭാരതത്തെ ഉയർത്തണമെങ്കിൽ അത് വേദത്തിലൂടെ മാത്രമേ സാധനങ്ങൾ, കലാപരിപാടികൾ, വിവിധ രീതിയിൽ 4 സ്റ്റേജുകൾ ഒരുക്കിയിരിക്കുന്നു. ഒരു സ്റ്റേജിൽ നമുക്ക് വേദത്തിന്റെ സാരാംശത്തെ നമുക്ക് വയ്ക്കാം. ഒരു വേദ സമ്മേളനം, അന്താരാഷ്ട്ര വേദ സമ്മേളനം നമ്മൾ സംഘടിപ്പിക്കാൻ പോകുന്നു. അതുപോലെ യതിപൂജയോടുകൂടി ഒരു സന്യാസി സമ്മേളനം നമുക്ക് ആ വേദിയിൽ സംഘടിപ്പിക്കണം. അതുപോലെ നമുക്ക് ആചാര്യന്മാരെ അവിടെ ആദരിക്കേണ്ടതായിട്ടുണ്ട്. ഭാരതത്തിന്റെ ദർശനം 12 ജ്യോതിർലിംഗങ്ങളിലൂടെ എന്ന രീതിയിൽ ഈ 12 ജ്യോതിർലിംഗങ്ങളെ പൂർണ്ണമായിട്ടും വിശദീകരിച്ച് അതിനെ ചിത്രീകരിച്ച് കഴിഞ്ഞാൽ ഭാരത ചരിത്രം അതിലൂടെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ്. എന്നാ മധുചേട്ടന്റെ ഉപദേശത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം ചെയ്യാമെന്ന് സമ്മതിച്ചപ്പോൾ അദ്ദേഹവും ഈ വേദി പങ്കെടുക്കാൻ പ്രവർത്തിച്ചു. അപ്പോൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഭാരത ദർശനം 12 ജ്യോതിർലിംഗങ്ങളിലൂടെ എന്നൊരു പ്രോഗ്രാം നമ്മൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. ഇതിനൊക്കെ നമുക്ക് ഉപദേശിയായിക്കൊണ്ട് നമ്മുടെ കൂട്ടത്തിൽ പലരും ഉണ്ടായിരുന്നു, ഹരികൃഷ്ണജി അടക്കമുള്ള ആൾക്കാർ. അപ്പോൾ അങ്ങനെ നമ്മുടെ വേദത്തിന്റെ ശക്തിയെ ലോകത്തിൽ തന്നെ, അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വിജ്ഞാനത്തിന്റെ ഭണ്ഡാകാരമായിട്ടുള്ള ഉടുക്കയിൽ കെട്ടിവെച്ചിട്ടുള്ള, ഒരിക്കൽ ഇതുവരെ ഭംഗിയായിട്ട് തുറക്കപ്പെട്ടിട്ടില്ലാത്ത, അല്ലെങ്കിൽ പഴയ കാലത്ത് തുറന്നിട്ടുണ്ടാവുന്ന സംസ്കാരത്തിന്റെ ഉന്നതിക്ക് മാത്രമല്ല ലോകത്തിന്റെ ഉന്നതിക്ക് തന്നെ വളരെ അത്യാവശ്യമാണ്. ഇത് നടത്തുന്നതിന്, ഒരു മഹായജ്ഞം നടത്തുന്നത് വളരെ ദുഷ്കരമായ, വളരെ കഠിന പരിശ്രമം ആവശ്യമുള്ള ഒരു പ്രവൃത്തിയാണ്. അത് ഏറ്റെടുത്ത് നടത്തുന്നതിന് ആവശ്യമായ സംഘാടക സമിതിയുടെ രൂപീകരണമാണ് ഇന്ന് നാം ഇവിടെ നടത്തുന്നത്. നമ്മുടെ ലോകത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ പല അറിവുകളും തിരിച്ചെടുക്കുന്നതിന് ശാസ്ത്രീയമായും ആത്മീയമായും മനുഷ്യനെ ഔന്നത്യത്തിലേക്ക് എത്തിക്കുന്നതിന് സഹായകമായ വിധത്തിലുള്ള എല്ലാ കാര്യങ്ങളും ലഭിക്കുന്നതാണ്. ഇത് ഈ സമ്മേളനം, സംഘടക സമിതിയുടെ രൂപീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ലഭിച്ച അവസരം ഒരു മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു. കാരണം ആധുനിക ലോകത്തിൽ സംഘടിപ്പിക്കപ്പെടുന്ന കാവുകോളി ശ്രീ ശിവ ടെമ്പിൾ, അതിൻ്റെ ഉടമസ്ഥ വീട്ടുകാരെ പ്രത്യേകിച്ച് ഞാൻ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇത്രയെല്ലാം സൗകര്യങ്ങളോട് കൂടിയ ആ സ്ഥലത്ത് ഇത് സംഘടിപ്പിക്കുന്നതിന്, കാരണം ഇത് പറഞ്ഞ സമയം ആദ്യം ഞാൻ ചോദിച്ചു, കാസർഗോഡ്, എന്തുകൊണ്ട് കാസർഗോഡ് എന്ന ജനങ്ങളും എല്ലാ ഹൈന്ദവരും ഒരുപോലെ ഉൾക്കൊണ്ട് വൻ വിജയമാക്കി തീർക്കേണ്ടതാണ്. ഇതിന് യാതൊരു വിഘ്നങ്ങളും വരുത്താതെ വിഘ്നേശ്വരനും മറ്റു ദേവതകളും സംരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നടത്തിയതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. ജയ് ശ്രീറാം. അതുപോലെ തന്നെ ഹൈന്ദവ പ്രസ്ഥാനങ്ങളുമായിട്ട് അടുത്ത് ബന്ധമുള്ളവരാണ്. സ്വാമിജിയുടെ പ്രബോധനാത്മകവും പ്രചോദനാത്മകവുമായിട്ടുള്ള നിരവധി പ്രഭാഷണങ്ങൾ കേട്ടവർ. അവരോട്, അവർ സ്വാമിജിയോട് ഒരു അഭ്യർത്ഥന, ഒരു അപേക്ഷയാണ്. അതായത് ഹിന്ദു ധർമ്മത്തിൻ്റെ മഹത്വം അത് സ്വാമിജിയുടെ വാഗ്ധോരണിയിലൂടെ ബോധ്യപ്പെട്ടു. അവർ സ്വാമിജിയോട് പറഞ്ഞത്, ഇവിടെ ഉള്ള ആൾക്കാർ എല്ലാവരും ഭാരതീയരാണ്. കുറേ പേർ ഹിന്ദുക്കളായി തുടരുന്നവർ, മറ്റു ചിലർ പ്രതികളാണ്. ഏതെങ്കിലും ഹിന്ദുവിൻ്റെ വീട്ടിൽ, അല്ലെങ്കിൽ എത്ര ഹിന്ദുക്കളുടെ വീട്ടിൽ വേദങ്ങളുടെ കോപ്പിയുണ്ട്? മിക്കവരുടെയും കാണില്ല. പക്ഷേ ചിലർ അവരുടെ
ലൈബ്രറിയിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഉണ്ടെങ്കിൽ തന്നെ അതിനുള്ള പ്രയോജനമുണ്ടോ? ഈ എന്താ നായ്ക്ക് മുകളിൽ കളിക്കുക പോലെ ഉണ്ട്. അത് വായിച്ചാൽ മനസ്സിലാവില്ല. അത് സംസ്കൃതത്തിലാണ്. അതും ആധുനിക സംസ്കൃതത്തിലല്ല. ആധുനിക സംസ്കൃതത്തിൽ ബിരുദമോ ബിരുദാനന്തര ബിരുദമോ അല്ലെങ്കിൽ PhD ഒക്കെ ഒരാൾക്ക് വേദങ്ങൾ വായിച്ചാൽ മനസ്സിലാവില്ല. അത് വൈദിക സംസ്കൃതത്തിലാണ്. അതിൻ്റെ വ്യാകരണം പാണിനി വ്യാകരണമല്ല, വ്യത്യസ്തമായിട്ടുള്ള വൈദിക വ്യാകരണം വേറെ. ഇപ്പം ഇത്ര അപ്രാപ്യമായിട്ടുള്ളൊരു ഗ്രന്ഥം നമ്മുടെ അടിസ്ഥാന പ്രമാണ ഗ്രന്ഥം സനാതന ധർമ്മികളുടെ, വൈദിക ധർമ്മികളുടെ, അല്ലെങ്കിൽ ആര്യധർമ്മികളുടെ, ഈ ഹിന്ദു ധർമ്മികളുടെ അടിസ്ഥാന പ്രമാണമാണെന്ന് അവകാശപ്പെടുന്നവർ, ഈ ഹിന്ദുക്കളെന്ന് അവകാശപ്പെടുന്നവർ, അല്ലെങ്കിൽ ജന്മന ഹിന്ദുക്കളായിട്ടുള്ളവർ, അവരെ യഥാർത്ഥ ഹിന്ദുക്കളാക്കുക എന്നതാണ് എൻ്റെ പ്രഥമമായിട്ടുള്ള കർത്തവ്യം, ചുമതല. ആ പരിപാടിയിലാണ് ഞാൻ മുമ്പ് ഹിന്ദുക്കളായിരുന്നവരിൽ കുറേ പേർക്ക് തിരിച്ച് ഹിന്ദുമതത്തിലേക്ക് വരണമെന്ന് ഉത്കടമായിട്ടുള്ള ആഗ്രഹമുണ്ട്. എന്തുകൊണ്ട് അത്തരമൊരു സംരംഭത്തിലൊരു പ്രസ്ഥാനത്തിന്, അതായത് ഇന്ന് ഇത്തരം മതസ്ഥരെന്ന് അറിയപ്പെടുന്ന ചില കുറേ പേരുണ്ടായിരുന്നത്, എന്തുകൊണ്ട് അവരെ തിരിച്ച് നമ്മുടെ ധർമ്മത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഒരു പ്രസ്ഥാനം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ചിന്മയാമിഷി തന്നെ അതിന് മുൻകൈ എടുത്തുകൂടാ എന്നായിരുന്നു അവരുടെ ചോദ്യം, അവരുടെ അഭ്യർത്ഥന. പുതിയ സ്വാമികളുടെ ചിന്മയാനന്ദ സ്വാമികളുടെ ഉടൻ മറുപടി കൊടുത്തു, അത് ഇപ്പം എൻ്റെ ഉത്തരവാദിത്വമല്ല. ഇപ്പോൾ ഉത്തമങ്ങളായിട്ടുള്ള അർത്ഥനിലകളിലേക്ക് അവർ തൂങ്ങിറങ്ങിയപ്പോൾ ആണ് നമുക്ക് ബോധ്യപ്പെട്ടു, ഇത് ചിലർക്ക് ഉണ്ടല്ലോ അല്ലേ. വിവേകാനന്ദ സ്വാമികൾ എത്ര വർഷം ഇന്ത്യയിൽ അങ്ങോട്ട് കാൽനടയായിട്ടൊക്കെ നടന്നു ആരെങ്കിലും അറിഞ്ഞു. പക്ഷെ അദ്ദേഹം അമേരിക്കയിൽ പോയി ഷിക്കാഗോയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ലോകമത സമ്മേളനത്തിൽ പ്രസംഗം ലോകം മുഴുവൻ ശ്രദ്ധിച്ചു. അതോട് ഭാരതീയർ എത്ര മഹത്തായിട്ടുള്ളൊരു സംസ്കൃതി, ഒരു സംസ്കാരം, ഒരു പാരമ്പര്യം, ഒരു പൈതൃകമാണോ നമ്മുടേത് എന്ന് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങി, ചോദിക്കാൻ തുടങ്ങി. അപ്പം ഇത്തരത്തിൽ നമ്മുടെ അറിവിൻ്റെ ഉറവിടമായിട്ടുള്ള ചതുർവേദങ്ങൾ, അത് സ്വല്പമപ്പി ചതുർവേദ ജ്ഞാന മഹായജ്ഞം, ഇത് നമ്മളൊരു പക്ഷേ ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട അധ്യക്ഷനെ പറ്റി വിശദീകരിച്ചിട്ട് ഇതൊരു മഹാസാഹസമല്ലേ ഇവർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെ ഇവർ ഉരുപ്പെടുന്നതെന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. സത്യം ഒരു സംതൃപ്തി അല്ലെങ്കിൽ എന്താ പറയുക ആത്മശക്തി ഉണർത്തിക്കൊണ്ട് ചുറ്റും ഒരു വസന്തം സൃഷ്ടിക്കുക. ആ വസന്തം ഭൗതികമായ എല്ലാ പ്രശ്നങ്ങൾക്കും സമാധാനവും ശാന്തിയും ഉണ്ടാക്കും. ഈ ദർശനം കിട്ടുന്നത്, അല്ലെങ്കിൽ ഈ ശാന്തി, ഈ ആത്മശക്തി നമുക്ക് തരുന്നത് ചതുർവേദങ്ങളാണ്. ആ ചതുർവേദത്തിൻ്റെ ആ നന്മയും ആ പ്രസക്തിയും ലോകം മുഴുവൻ വിളംബരം ചെയ്യണമെന്ന് ഉദ്ദേശിച്ചാണ് ആ ബേസിലെ ഏജ് ഓൾഡ് വിസ്ഡം ഫോർ ന്യൂ ഏജ് ഹാർമണി എന്നൊരു കൺസെപ്റ്റിലേക്ക് നമ്മൾ കൊണ്ടുവന്നത്. ഇതാണ് ആ ലോകയെക്കുറിച്ച് വളരെ ചുരുക്കി എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം. ആദരണീയ അധ്യക്ഷരെ, ശ്രദ്ധേയ ಮಾತಾ ಭಗಿನಿಯರೇ, ಗೌರವಾನ್ವಿತ ಸಹೋದರ ಬಂಧುಗಳೇ, ಈಗ ತಾನು ಉಲ್ಲೇಖ ಮಾಡಿದಂತೆ ಭಾರತದ ಒಟ್ಟು ಪರಿಕಲ್ಪನೆ ಇರುವುದೇ ಸರ್ವಜನರ ಸರ್ವಹಿತ. ಆ ಸರ್ವಜನರ ಸರ್ವಹಿತ ಸಿಕ್ಕಬೇಕು ಅಂತಿದ್ದರೆ ಅದಕ್ಕೆ ಆಧಾರ ಗ್ರಂಥಗಳು ವೇದ. ಆ ವೇದದ ಎರಡು ವಾಕ್ಯವನ್ನು ಮುಂದಿಟ್ಟು ಮುಗಿಸ್ತೇನೆ ನಾನು. ಋಗ್ವೇದದ ಕೊನೆಯ ಸೂತ್ರದಲ್ಲಿ ಒಂದು 4 ಮಂತ್ರಗಳು ಬರ್ತದೆ. ಅದರಲ್ಲಿ ಒಂದು ಮಂತ್ರ ಸಂಗಚ್ಛತ್ವಂ ಸಂವದತ್ವಂ ಸಂವೋ ಮನಾಂಸಿ ಜಾನತಾಂ. ಒಟ್ಟಿಗೆ ಹೆಚ್ಚಾಗಬೇಕು. ನಾವು ಮಾತನಾಡುವಂಥ ವಿಷಯ ಒಂದೇ ಆಗಿರಬೇಕು. ನಮ್ಮ ಮನಸ್ಸಲ್ಲಿ ಬರೋ ಭಾವನೆಗಳು ಒಂದೇ ಆಗಬೇಕು. ಅದಕ್ಕೆ ತಕ್ಕಂತೆ ನಮ್ಮನ್ನು ನಾವು ಬದಲಾಯಿಸಿಕೊಳ್ಬೇಕು. ಅದಕ್ಕೆ ಬೇಕಾದಂಥ ಸಂಕಲ್ಪವೂ ಮಾಡಬೇಕು. ಆ ಸಂಕಲ್ಪವನ್ನು ಹೇಳಿದ್ದಾರೆ.
ಅನ್ನೋದನ್ನು ಆಕೃತಿ ನಮ್ಮ ಸಂಕಲ್ಪಗಳೆಲ್ಲ ಒಂದಾಗಬೇಕು ಅಂತಂದರೆ ಅದು ಸರ್ವಜನರ ಸರ್ವಜನ ಸಮಾನ ಹೃದಯ ಅಲ್ಲ, ನಮ್ಮ ಹೃದಯಗಳು ಒಂದಾಗಬೇಕು. ಹಾಗಾಗಿ ನಮ್ಮ ವೇದಗಳು ಅದಕ್ಕೋಸ್ಕರ 4 ವೇದಗಳನ್ನು ಒಂದು ಕಡೆ ಸೇರಿಸಿಕೊಂಡು ಸಮಾಜಕ್ಕೆ ಜಗತ್ತಿಗೆ ಒಂದು ಹೊಸ ಆಯಾಮವನ್ನು ಕೊಡಲಿಕ್ಕೆ ಹೊರಟಂತಹ ಈ ವ್ಯವಸ್ಥೆಗೆ ಭಗವಂತ ಯಶಸ್ಸನ್ನು ನೀಡಿ ಎಲ್ಲರ ಹೃದಯಗಳು ಎಲ್ಲರ ಮನಸ್ಸು ಒಂದಾಗಿ ಏನೇ ತೊಂದರೆಗಳು ಬಂದರೂ ಸಹ ಚಿತ್ತಮೇಶ, ಚಿತ್ತದಲ್ಲಿ ಮಾನಸಿಕ ವ್ಯತ್ಯಾಸಗಳಿರ್ಬೋದು, ಆದರೆ ಸಹಕಾರ ಕೊಡಬೇಕು. ಆ ಸಹಚಿತ್ತಮೇಶ ಎಂಬ ಭಾವನೆ ಎಲ್ಲರಲ್ಲಿ ಜಾಗೃತವಾಗಿ ನಿರ್ಣಯ ಮಾಡಿದಂಥ ಕಾರ್ಯಕ್ರಮ ಯಶಸ್ಸದಾದಂಥ ಪ್ರಾರ್ಥನೆ ನಡೆಸ್ತಾರೆ. നല്ലവരായ സജ്ജനങ്ങളെ, അമ്മമാരെ, സഹോദരിമാരെ, ഏവർക്കും വിനീതമായ കൂടുതൽ സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. വളരെ മഹത്തായ, ശ്രേഷ്ഠമായ, വിശിഷ്ടമായ ഒരു മഹത് കാര്യം നടക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഘാടക സമിതിയുടെ രൂപീകരണം ഇവിടെ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. ചതുർവേദ ജ്ഞാന മഹായജ്ഞം സപ്തഭാഷകളുടെ സംഗമഭൂമിയായ കാസർഗോഡിൻ്റെ മണ്ണിൽ നടക്കാൻ പോകുന്നു. 2025 ജനുവരി മാസം 2-ാം തീയതി മുതൽ 11-ാം തീയതി വരെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ സൂര്യഭഗവാൻ ദക്ഷിണായനത്തിൽ നിന്ന് ഉത്തരായനത്തിലേക്ക് സഞ്ചരിക്കാൻ തുടങ്ങുന്ന മകര സംക്രമത്തിൻ്റെ ശുഭ മുഹൂർത്തത്തിലാണ് ഈ ഒരു മഹത്തായ യജ്ഞം നടത്തുവാൻ സമയമായി നാം കണ്ടെത്തിയിട്ടുള്ളത്. സംപൂജ്യ സ്വാമിജി സൂചിപ്പിച്ചതുപോലെ 1893 സെപ്റ്റംബർ മാസം 11-ാം തീയതി, ഇന്നേക്ക് 131 വർഷങ്ങൾക്ക് മുമ്പ് ഭാരതീയ ഋഷിപാരമ്പര്യത്തിൻ്റെ സന്തതി 7000-ഓളം വരുന്ന പണ്ഡിത സദസ്സിനെ അഭിമുഖീകരിച്ചുകൊണ്ട് ലോകത്തിൻ്റെ മുൻപിൽ നമ്മുടെ ദർശനം എന്താണ് എന്ന് വെളിപ്പെടുത്തുകയുണ്ടായി. ആ സമ്മേളനത്തിൽ 2 പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. അതിലൊന്ന്, ആ സമ്മേളനം ആ കാലത്ത് സംഘടിപ്പിക്കപ്പെട്ടത് ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ മതം തങ്ങളുടേതാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഒരു മതം സംഘടിപ്പിച്ച ഒരു സമ്മേളനമായിരുന്നു. വീരപ്രവർത്തകരുടെ ഹിന്ദുത്വ എന്ന് പറയുന്ന പുസ്തകത്തിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് ഭാരതത്തിൽ ഹിന്ദുത്വം രൂപകൊള്ള ചെയ്തതെന്ന് അദ്ദേഹം വിവരിക്കുന്ന സമയത്ത് സിന്ധു തീരത്തെ വൈദിക സംസ്കാരത്തിൽ നിന്നാണ് ലോകം മുഴുവൻ വിജ്ഞാനത്തിന്റെ പ്രഭാപ്രസരം കൊടുത്തുവിട്ട ഈ ആർഷഭാരത സംസ്കാരം രൂപപ്പെട്ടതും വളർന്നതും വികസിച്ചു. ആ സംസ്കാരമാണ് ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രതിസന്ധികൾക്കുമുള്ള മറുപടി. പരിശോധിച്ച മാഡിസൺ എന്ന് പറയുന്ന വിസ്തൃതരായ ഗ്രന്ഥകാരൻ എഴുതിയ ഗ്രന്ഥത്തിൽ ഇതിന്റെ 60% കാലത്തും ഭാരതം ഒരു സുവർണ പക്ഷിയായി ലോകത്തെ മുഴുവൻ ജഗദ്ഗുരു സ്ഥാനത്ത് നിർത്തിയിരുന്നതാണ്. ആ സംസ്കാരത്തിൽ നിന്ന് നമ്മൾ എന്തുകൊണ്ട് പിന്നാക്കം പോയത് നമ്മൾ വേദങ്ങളെ കൈവിട്ടപ്പോൾ. ഈ വേദങ്ങളെ കൈവിട്ടത് ആസൂത്രിതമായ ശ്രമമാണ്. മരിയാമത്ത് എന്ന് പറയുന്ന ബ്രിട്ടീഷുകാർ എഴുതിയിട്ടുള്ള താങ്കിങ് യു ഇന്ത്യ എന്ന് പറയുന്ന ലോകപ്രശസ്തമായ പുസ്തകം. ആ പുസ്തകത്തിൽ ഭാരതത്തെ ജാതീയമായി ഭിന്നിപ്പിച്ച് എങ്ങനെയാണ് ഭാരതത്തിന്റെ സ്വത്വം നഷ്ടപ്പെട്ടതെന്ന്
അവർ രേഖകൾ ഉദ്ധരിച്ച് തെളിവുകളടക്കം നമ്മളോട് പറയുന്നു. ജാതിയുടെ അടിസ്ഥാനത്തിൽ ഹിന്ദു സമൂഹത്തെ വിഘടിപ്പിച്ചതാണ് ഭാരതത്തിലെ ഹിന്ദുത്വത്തിന്റെയും ഭാരതത്തിന്റെയും തകർച്ചയ്ക്ക് കാരണം. ആ തകർച്ചയിൽ നിന്ന് ഭാരതത്തെ വീണ്ടെടുക്കാനുള്ള ഏക വഴി വേദമാണെന്ന് സ്വാമി ദയാനന്ദ സരസ്വതി നമ്മളോട് പറഞ്ഞു. സ്വാമി വിവേകാനന്ദൻ സന്യാസിമാര് അതിശക്തമായ മുഷ്ടി ചുരുട്ടാൻ ശേഷിയുള്ള നല്ല മസിൽ പവറുള്ള സന്യാസിമാർ ഉണ്ടാവണമെന്നും ഈ അദ്വൈത മഹായജ്ഞത്തിൻ്റെ ഈ മഹത്തായ വേദിയിൽ ഇരിക്കുന്ന വിവേകാനന്ദ സ്വാമിജിയോട് നമസ്കരിച്ചുകൊണ്ട് ഞാൻ ചാനൽ അഭിമുഖ സംഭാഷണത്തിൽ മാത്രമേ നമ്മുടെ ബഹുമാന ഡോക്ടർ സഞ്ജുകുമാർ അവരുടെ കണ്ടിട്ടുള്ളൂ. ആ പുണ്യഭൂമിയിൽ നടക്കാൻ പോകുന്ന ഈ ചതുർവേദ മഹായജ്ഞം അത് നമ്മുടെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. നേരത്തെ മഹാന്മാരായ വ്യക്തികളെല്ലാം പറഞ്ഞു, സനാതന ധർമ്മത്തെ സംരക്ഷിക്കണം. ഇന്ന് നാം എവിടെ എത്തിച്ചേർന്നതിൽ നമുക്ക് തന്നെ ഒരു പരിചയമില്ലാത്ത സ്ഥിതിയിലാണ്. കാരണം ഓരോ ദിവസവും നാം കേട്ടുകൊണ്ടിരുന്നതിൽ ഒന്ന് ജെയിംസ് വെബ് ടെലിസ്കോപ്പ്. പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെ പറ്റിയും പ്രപഞ്ചത്തിൻ്റെ ഇതുവരെ നടന്ന കാര്യങ്ങളെ പറ്റിയും എല്ലാം ആധികാരികമായിട്ട് നമുക്ക് പറഞ്ഞു തരാൻ ഏറ്റവും മഹത്തരമായ കണ്ടുപിടുത്തമെന്ന് ആധുനിക ശാസ്ത്രലോകം കൂട്ടം കൊള്ളുന്ന ജെയിംസ് വെബ് ടെലിസ്കോപ്പ് പറയുന്നത്, അല്ലെ അതിൽ നിന്നുള്ള ചിത്രങ്ങൾ പഠിച്ചതിന് ശേഷം നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് ഈ പ്രപഞ്ചത്തിന് 1400 കോടി വർഷങ്ങൾ പഴക്കമുണ്ട് എന്നാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ 13.8 ബില്യൺ ഇയേഴ്സ് പഴയതാണ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ച് ഈ ശാസ്ത്രജ്ഞന്മാരോട് ചോദിക്കുകയാണ്, അത്രേ ഉള്ളോ എന്ന് ചോദിച്ചാൽ അത്രേ ഉള്ളൂ എന്ന് ഉറപ്പില്ല. നമുക്ക് കിട്ടിയിട്ടുള്ള പ്രകാശ തരംഗങ്ങളും റേഡിയോ മൈക്രോവേവ് തരംഗങ്ങളും എല്ലാം അപഗ്രഥനം ചെയ്ത് കഴിഞ്ഞപ്പോൾ അത്ര വരെ നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ അത്രയും വർഷം മുമ്പ് 1400 കോടി വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഉണ്ടായിരുന്ന ഒരു സംഭവത്തിൽ നിന്നും ഉത്ഭവിച്ച ഒരു പ്രകാശം ഇന്ന് നമ്മളിലേക്ക് എത്തി. അതുകൊണ്ട് നമ്മൾ പറയുന്നു 1400 കോടി വർഷം എന്ന്. പക്ഷേ ഇവർ പറയുന്നു അത്രയുമല്ല, അതിൽ കൂടുതലുണ്ട്. അത് എത്രയാണ് എന്ന് യാതൊരു പിടിയുമില്ല. അപ്പോഴാണ് ഇത് കേൾക്കുമ്പോഴാണ് നമുക്ക് ഓർമ്മ വരുന്നത്, മഹാദേവന്റെ ആദിയും അന്തവും കണ്ടുപിടിക്കാനായിട്ട് അവർ മന്ത്ര സൃഷ്ടാക്കളല്ല, ഒരു വ്യക്തിയുടെ യാത്ര ചെയ്യുമ്പോഴും പൂർണ്ണമായിട്ട് നമുക്ക് തുടങ്ങുന്ന സമയം കേൾക്കാറുള്ളതാണ്. കുറേ കാലങ്ങളായിട്ട് ഇതിനുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു കാര്യത്തിലെ നമ്മൾ എത്തിയിരിക്കുന്നത് വളരെ കാലങ്ങളോളം ഈ സഭയിലേക്ക് യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
ഏറ്റവും ആദ്യം ലഭിക്കുന്ന അറിവിൻ്റെ നഷ്ടപ്പെട്ടവയെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു പ്രവർത്തനം വേണം. അങ്ങനെ ഈ 3 സംരംഭങ്ങൾ 3 പ്രവർത്തനങ്ങൾ മാത്രം ഒതുങ്ങിക്കൊണ്ട് വലിയതായ ബൃഹത്തായ ഒരു കർമ്മ പദ്ധതി രൂപീകരിച്ചും കൊണ്ടാണ് ഞങ്ങൾ ഈ ചതുർവേദ ഈ പവിത്രമായ ചടങ്ങ് നിർവഹിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ആദരവോടുകൂടി സ്നേഹപൂർവ്വം കാസർഗോഡിന്റെ മണ്ണിലേക്ക് ക്ഷണിച്ചുകൊള്ളു. ചികിത്സാ രീതിയെയും നമുക്ക് ഒരു വേദിയിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് സംഗമിപ്പിക്കണം. അങ്ങനെ ഒരു ചിന്താഗതി അല്ലെങ്കിൽ അങ്ങനെ ഒരു സംരംഭം ഇന്ന് ലോകത്ത് എവിടെയും നടക്കുന്നില്ല. അതും നമുക്ക് നമ്മുടെ ഭാരതത്തിൽ സൃഷ്ടിക്കണം. അപ്പോൾ ഒരു ചികിത്സാ രീതി വേണം. അതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ചത് തന്നെ 64 കലകൾ. ആ കല ഭാഗങ്ങളിൽ പലപ്പോഴായിട്ട് ഉണ്ടായിട്ടുണ്ട്. അതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി മാത്രമല്ല, ആ ഒരു പരിപാടി തന്നെ വളരെ വ്യക്തമായി ആസൂത്രണം ചെയ്തതിന് ശേഷമാണ് ഈ ഒരു പരിപാടി നമുക്ക് വന്നത്. അതായത് 3 വിഷയങ്ങളിൽ ഊന്നിക്കൊണ്ട് ചൊല്ലുക എന്നുള്ളൊരു ദൗത്യം നമ്മുടെ ആ വേദത്തോടനുബന്ധിച്ചുകൊണ്ട് നടത്തേണ്ട പൂജാതി കർമ്മങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ്. അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾക്ക് മാർഗദർശനം തന്നുകൊണ്ട് ഞങ്ങളുടെ മുന്നിൽ അദ്ദേഹമുണ്ട്. അതുതന്നെയാണ് നമ്മുടെ ധൈര്യം. അങ്ങനെ നമ്മളവിടെ യജ്ഞം നിശ്ചയിച്ചു. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോയി. പല പ്രാവശ്യം ചിദംബരത്ത് പോയി അവരുമായി ഏത് രീതിയിൽ നടത്താമെന്ന് ആലോചിച്ചു. അപ്പോൾ ഒരു വേദം പൂർണ്ണമായി ചൊല്ലി തീർക്കണമെങ്കിൽ ഇല്ല എന്ന് 10 ദിവസത്തേക്ക് അത് ചുരുക്കണം എന്ന് നമ്മൾ അഭ്യർത്ഥിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വേദിയിൽ തന്നെ 4 ഗ്രൂപ്പായി ഇരുന്നുകൊണ്ട് 1 മുതൽ 10 വരെ ശ്ലോകങ്ങൾ ഒരാൾ ചൊല്ലുമ്പോൾ അടുത്ത 11 മുതൽ 20 വരെ അടുത്ത ഗ്രൂപ്പ് ഇങ്ങനെ 4 ഗ്രൂപ്പായി 3 പേര് വീതമുള്ള 12 പേര് ഒരു യജ്ഞശാലയിലിരിക്കുകയും അങ്ങനെ 4 യജ്ഞശാലകളിലായി 16 വേദികളിൽ ചൊല്ലിക്കൊണ്ട് വേദം പൂർണ്ണമായി ചൊല്ലി എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ നിന്നും മാറിക്കൊണ്ട് ഭാഗങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഘടകത്തിൻ്റെയും സമുദായത്തിൻ്റെയും ആചാര്യൻ ശ്രീ ചന്ദ്രശേഖർ കാരണവർ ഏരിയക്കോട്ട ക്ഷേത്രത്തിൻ്റെ അദ്ദേഹത്തെ ഞാൻ വളരെ ആനന്ദപൂർവ്വം യോഗത്തിലേക്ക് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മോടൊപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ശ്രീ വിജയൻ രാമൻ അവർ അദ്ദേഹത്തെ ഞാൻ വളരെ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ നമ്മുടെ ജന ടി വി ഡയറക്ടർ രാഷ്ട്രീയ സംഘത്തിൻ്റെ ദേശീയ കുടുംബമായിരുന്നു അദ്ദേഹം നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹം അതുപോലെ തന്നെ നമ്മുടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സമയം അതിക്രമിച്ചു നമ്മുടെ ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. ആദ്യമായി ശശിധര റിട്ടയർഡ് IAS
പദ്ധതിയുടെ പ്രഖ്യാപനമാണ് നടത്തുന്നത്. ശ്രീ ഹരീഷ് കോത്താടെ, ശ്രീ പി രവീന്ദ്രൻ കുന്തളം, ശ്രീ വി സുകുമാരൻ സെക്രട്ടറിമാരായിട്ട് ശ്രീ പി ടി അജിത് കുമാർ തളിപ്പറമ്പ്, രമേശൻ കെ പെരിയടത്ത്, ജോർജി, ശ്രീമതി പുഷ്പ ഗോപാലൻ, ശ്രീ ഐശ്വര്യകുമാരൻ, ഷാജി പി വി, രാജൻ വയനാട്. എല്ലാ മക്കൾക്കും ഒരിക്കലും ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം, പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ. City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity. ലക്ഷ്യം മികച്ച ജോലിയാണെങ്കിൽ പഠിക്കാം റൂട്രോണിക്സിന്റെ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ. കേരളത്തിലുടനീളമുള്ള അംഗീകൃത പഠന കേന്ദ്രങ്ങൾ വഴി SSLC, +2, ഡിപ്ലോമ, ഡിഗ്രി പഠനം പൂർത്തിയാക്കിയവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. SC/ST വിദ്യാർത്ഥികൾക്ക് 100% സൗജന്യവും ഒപ്പം മറ്റു വിഭാഗങ്ങൾക്ക് നിബന്ധനകളോടെ 20% വരെ ഫീസ് ഇളവിലും പഠിക്കാൻ അവസരം. PSC നിയമനങ്ങൾക്ക് യോഗ്യമായ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ കൂടാതെ റൂട്രോണിക്സ് സർട്ടിഫൈഡ് കോഴ്സുകളും തിരഞ്ഞെടുക്കാം. കമ്പ്യൂട്ടർ പരിജ്ഞാനം നേടാം, ജോലി സാധ്യതകൾ കൂടുതൽ ഉറപ്പുള്ളതാക്കാം. കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിലൂടെ സുരക്ഷിതമായ ഭാവിക്ക് ഉറപ്പുള്ള അടിത്തറ. വിളിക്കൂ 9072 767 005 or visit www.eduskilling.com. Venus Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venus Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Venus Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and Prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venus Trading and Services as your trusted partner in Qatar. Contact us today 55 488 910. Venus Trading and Services near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service. ഈ ക്ലാസ് മുറികൾ ഇനി സജീവമാവുകയാണ്. പുതിയ അധ്യയന വർഷത്തിലേക്ക് തയ്യാറെടുക്കുന്ന എല്ലാ പ്രിയ കൂട്ടുകാർക്കും കേരള പോലീസിൻ്റെ സ്വാഗതം. വീട്ടിൽ നിന്നും സ്കൂളിലെത്തുന്നവരെയും സ്കൂളിൽ നിന്നും തിരികെ വീട്ടിലെത്തുന്നവരെയും കുട്ടികളുടെ സുരക്ഷയ്ക്കായി പോലീസ് നിങ്ങളോടൊപ്പമുണ്ട്. അതിലേക്കായി
ഒരു വിദ്യാർത്ഥി സുരക്ഷാ പദ്ധതി തന്നെ ഈ അധ്യയന വർഷം പോലീസ് നടപ്പിലാക്കുന്നുണ്ട്. സ്കൂളുകളിൽ മാത്രമല്ല, യാത്രാമധ്യയുള്ള എല്ലാ മേഖലകളിലും നിരീക്ഷണം ഉറപ്പിക്കുന്നതാണ് പോലീസിന്റെ ഈ പുതിയ പദ്ധതി. സ്കൂൾ ബസ്സുകളിലെ ഡ്രൈവർമാർ, കണ്ടക്ടർമാർ, മറ്റു ജീവനക്കാർ നിർബന്ധമായും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എടുത്തിരിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടുള്ള ലഹരി സംഘങ്ങളെ കുരുക്കുന്നതിനായി സ്കൂളുകൾ, കോളേജുകൾ, ട്യൂഷൻ സെന്ററുകൾ എന്നിവിടങ്ങളെല്ലാം ശക്തമായ പോലീസ് നിരീക്ഷണവും പെട്രോളിംഗും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്കൂൾ പരിസരത്ത് പതിവായി തമ്പടിക്കുന്നവരെയും വന്നുപോകുന്ന കച്ചവടക്കാരെയും പോലീസ് വാച്ച് ചെയ്യുന്നുണ്ട്. സ്കൂളുകളുടെ പരിസരത്തുള്ള കടകളിൽ ലഹരി വസ്തുക്കൾ വിൽക്കുകയോ സൂക്ഷിക്കുകയോ ചെയ്യുന്നുണ്ടോ എന്നറിയുവാൻ പോലീസിന്റെ നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലഹരി വിൽപ്പന സംബന്ധമായ എന്തെങ്കിലും വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായും 112 വിളിച്ചറിയിക്കുകയോ യോദ്ധാവ് വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതുമാണ്.